ENT എമർജൻസീസിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ കുട്ടികൾ കോയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ, ഇലക്ട്രോണിക് ഐറ്റംസ്, അത് ഡേഞ്ചറസ് ആയിട്ടുള്ള നമ്മുടെ വാച്ചിൻ്റെ ബാറ്ററി തുടങ്ങിയ സാധനങ്ങൾ വിഴുങ്ങിയിട്ട് നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. ചിലപ്പോഴൊക്കെ അത് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ട്യൂബിൻ്റെ അകത്താകാം, അല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ട് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പാർട്ടിലേക്ക് ഇറങ്ങി പോകാറുണ്ട്. നമ്മൾ CT സ്കാൻ, ബാക്കി എക്സ്റേ തുടങ്ങിയ സാധനങ്ങൾ ചെയ്ത് അതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കി ഈസോഫാഗോസ്കോപ്പി, ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്ന ടെക്നിക്ക് വെച്ചിട്ട് ഇത് ചെയ്യാറാണ് നമ്മൾ പതിവ്. പക്ഷേ പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു മിസ്കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് മുമ്പായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് അവർ പഴം കൊടുക്കും, അല്ലെങ്കിൽ വലിയ ചോറുരുളകൾ കൊടുക്കും, കുട്ടി ഒരുപാട് കുലുക്കും, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ ഒരു ഫോറിൻ ബോഡി താഴത്തോട്ടേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇത് ആക്ച്വലി നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക. അത് ചിലപ്പോൾ ഈ ഒരു ഫോറിൻ ബോഡി ശ്വാസകോശത്തിൻ്റെ അകത്തേക്ക് പോയി കുട്ടി പെട്ടെന്ന് ഒരു ബ്രീത്തിങ് പ്രോബ്ലം ആയിട്ട് നമ്മുടെ അടുത്തേക്ക് പ്രസൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊസീജിയർ ചെയ്യുന്നതിന് അത് തടസ്സമാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മിസ്കോൺസെപ്റ്റിലേക്ക് നോക്കാതെ കുട്ടി അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എമർജൻസീസിലെത്തി ബാക്കി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു വലിയൊരു അപകടത്തിൽ നിന്ന് ഈ കുട്ടിയെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും.